കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രി കെട്ടിടം തകർന്ന ഒരു സ്ത്രീ മരിച്ചു. ചികിത്സയിലുള്ള മകളുടെ കൂട്ടിരിപ്പിനെത്തിയ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവാണ് മരിച്ചത്. അപകടമുണ്ടായ 2.5 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്. നിലവിൽ ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. തകർന്ന കെട്ടിടത്തിലെ ഈ ശുചിമുറിയിലെ മണ്ണൊക്കെ നീക്കം ചെയ്തിരിക്കുന്നെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ടോബി ജോൺസൺ നമ്മോടൊപ്പം ചെയ്യുന്നു. ടോബി, ഇപ്പോൾ തകർന്ന ശുചിമുറിയുടെ ഭാഗത്തുള്ള മണ്ണൊക്കെ പൂർണ്ണമായി മാറ്റാനായി എന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിലവിലുള്ള രക്ഷാദൗത്യം ഇനി പറയാനാകില്ല. അവിടെയുള്ള ഈ JCB ഉപയോഗിച്ചുള്ള തെരച്ചിലും മറ്റു പ്രവർത്തികളും ഏറെക്കുറെ പൂർത്തിയായോ? സുഖയിൽ പൂർത്തിയായിട്ടുണ്ട്. അതെല്ലാം പൂർത്തിയായ JCBകൾ തിരിച്ച് പോവുകയാണ്. കാരണം ആ ഇടിഞ്ഞു വീണ സ്ഥലത്തെ മണ്ണ് മൊത്തം, അവശിഷ്ടങ്ങൾ മൊത്തം മാറ്റി കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി. എന്തായാലും അവിടെ മറ്റാരും തന്നെ ആർക്കും പരിക്കേറ്റിട്ടില്ല, അവിടെ ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും JCB എല്ലാം തന്നെ അവിടെ നിന്നും മാറ്റിയിരിക്കുന്നത്. ഇനി എന്തായാലും ഔദ്യോഗികമായിട്ട് ഒരു വിശദീകരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഈ ഒരു പഴക്കം ചെന്ന കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ആ ഒരു ഇൻപേഷ്യന്റ് വിഭാഗം അത് എത്രയും വേഗം മാറ്റേണ്ടതായിരുന്നു. അതിൽ എന്തുകൊണ്ട് തീരുമാനം വൈകി എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. അതിലൊരു വിശദീകരണം ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം മുൻപും സമാനമായ സംഭവങ്ങൾ, അതായത് ഈ കെട്ടിടത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്ന സംഭവങ്ങളൊക്കെ, അതായത് മേൽക്കൂരയല്ല, ഈ സ്ലാബുകൾ, കോൺക്രീറ്റ് സ്ലാബുകൾ ഈ ബിൽഡിങ്ങിൽ ഇടിഞ്ഞു വീഴുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് എത്രയും വേഗം ഇത് അടിയന്തരമായിട്ട് ഇവിടെ നിന്നും ഈ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ തയ്യാറായില്ല എന്നൊരു ചോദ്യം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതിനുള്ളൊരു മറുപടി എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ കെട്ടിടത്തിന് അതിന് ഉൾക്കൊള്ളാനാവുന്ന ആയുസിന്റെ പരമാവധി അത് നിലനിന്നതാണ്. അതിനിടയിൽ പല സൂചനകൾ ആ കെട്ടിടം കാണിച്ചതാണ്. ഈ പറഞ്ഞ പോലെ കോൺക്രീറ്റ് പാളികൾ ഇളകിത്തുടങ്ങിയിരുന്നു. ബലക്ഷയം അത് ഉറപ്പായിരുന്നു. ഇത്തരത്തിൽ അഴുകിക്കൊണ്ടിരിക്കുമ്പോഴും സമീപത്തൊരു പുത്തൻ ബ്ലോക്ക് ഉണ്ടായിട്ടും തുറന്നു കൊടുക്കാൻ എന്തുകൊണ്ട് തയ്യാറായില്ല സർക്കാർ എന്ന ചോദ്യം അവിടെ ഉയർന്നുയർന്ന് കേൾക്കുകയാണ്. ബിന്ദു എന്ന ആ പാവം തലയോലപ്പറമ്പ് സ്വദേശിയുടെ മരണം ഈ പുതിയ കെട്ടിടത്തിന് ഉദ്ഘാടനത്തിന് വഴി തുറക്കേണ്ടി വരുന്ന ഒരു വല്ലാത്തൊരു ഗതികേട് കൂടി കാര്യങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ടോബി ജോൺസൺ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി പോന്നിരുന്നത്. ടോബി, ഈ പറഞ്ഞതുപോലെ 14 മരിച്ച ബിന്ദുവിന്റെ വീടാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. തൊട്ടടുത്ത് മകനുമുണ്ട്. ആ മകന്റെ കണ്ണീരിന് ആര് ഉത്തരവാദിത്വം പറയുമെന്ന ചോദ്യം അതങ്ങനെ ഉയർന്നു കേൾക്കുകയാണ്. മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ മധ്യകേരളത്തിലെ ജനങ്ങളുടെ പ്രധാന ചികിത്സാ ആശ്രയം കേന്ദ്രം കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. പത്തനംതിട്ട, ഇടുക്കി ഭാഗത്തുള്ള ജനങ്ങളൊക്കെ ആശ്രയിക്കുന്ന അവരുടെ ആശ്രയ കേന്ദ്രമായ ചികിത്സാ കേന്ദ്രമായ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ദാരുണ അപകടമുണ്ടായിരിക്കുന്നു. അതും ഒരു വലിയ അനാസ്ഥയുടെ ഭാഗമായി ഉണ്ടായ അപകടമെന്ന് നിസ്സംശയം, സന്ദേഹങ്ങളില്ലാതെ പറയേണ്ടി വരും. നമ്മൾ ഒരു വിധത്തിലൊക്കെ പണമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു വിധത്തിൽ ആരോഗ്യമുണ്ടെങ്കിലോ നമ്മൾ ആശുപത്രികളിൽ പോകാറില്ല. മറ്റു വഴികളില്ലാത്തത് കൊണ്ട് മാത്രമാണ് ദൂരങ്ങൾ താണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോലും തലയോലപ്പറമ്പ് എന്ന ആളുകൾ എത്തുന്നത്. പക്ഷേ അവിടെ എത്തി ഒരു കെട്ടിടത്തിൽ അനാസ്ഥ കൊണ്ട്, അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിൽ അനാസ്ഥ കൊണ്ട്, പുതിയ കെട്ടിടം തുറന്നു കൊടുക്കാത്തതിൽ അനാസ്ഥ കൊണ്ട്, ഉപയോഗശൂന്യമായ കെട്ടിടത്തിൽ ആളുകൾ കയറാതിരിക്കാൻ ശ്രദ്ധിക്കാത്തതിൽ അനാസ്ഥ കൊണ്ട് ബിന്ദു എന്ന പാവം സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന സങ്കടകരമായ വാർത്ത കൂടി വരുന്ന മണിക്കൂറാണ്. ആരുത്തരം പറയും? എന്തുകൊണ്ട് പുതിയ ബ്ലോക്കുകൾ തുറന്നു കൊടുത്തില്ല? കാലപ്പഴക്കം നിർണ്ണയിക്കാത്തത് എന്ത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കൂടി ഉയരുന്നു. എന്തായാലും നമുക്ക് ആ ബിന്ദുവിൻ്റെ വീടൊക്കെ കണ്ടാൽ തന്നെ ബിന്ദുവിൻ്റെ സാമ്പത്തിക അവസ്ഥയും ജീവിത സാഹചര്യമൊക്കെ മനസ്സിലാക്കാൻ കഴിയും. തൊട്ടടുത്ത് മകനാളുള്ളത്, യൗവനകാലമാണ്. മകളുടെ ചികിത്സയ്ക്കായി ഒപ്പമെത്തിയ അമ്മ, സഹോദരിയുടെ ചികിത്സയ്ക്കായി എത്തിയ അമ്മ ഇനി ഇല്ലെന്ന സങ്കട വാർത്ത കൂടിയാണ് ആ മകനെ അലട്ടുന്നത്. മകനെയും ബിന്ദുവിൻ്റെ വീടുമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ടോബി ജോൺസൺ നമ്മോടൊപ്പം ചെയ്യുന്നു. ടോബി, ഈ പറഞ്ഞതുപോലെ ഈ ബിന്ദുവിൻ്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? ബിന്ദുവിൻ്റെ വീടാണ് നമ്മൾ കണ്ടത്. അവൾ തന്നെ ജീവിത പരിതസ്ഥിതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. മധ്യകേരളത്തിലെ ജനങ്ങളുടെ പ്രധാന ചികിത്സാശ്രയ കേന്ദ്രം ഇത്രത്തെ ദുർബലമാണോ? ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ പല കെട്ടിടങ്ങളും സമാന കാലപ്പഴക്കത്തിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ അവിടെ ഉണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. എന്തായാലും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നേരത്തെ സുഖേൽ പറഞ്ഞതുപോലെ തന്നെ 5 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ, നമുക്കറിയാവുന്ന പോലെ
ണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മൾ ഒരിക്കലും കുറച്ച് പറയേണ്ടതില്ല. കാരണം അത്രത്തോളം വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം അത്രത്തോളമുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നിന്നുള്ള 5 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ അവരുടെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഒരുപക്ഷെ പല ന്യായീകരണങ്ങളും ഉണ്ടാകാം. ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു ഒഴിവാക്കിക്കൊണ്ട്, ആളുകളെ ഒഴിവാക്കിക്കൊണ്ട്, രോഗികളെ ഒഴിവാക്കിക്കൊണ്ട് ഈ കെട്ടിടം ഒഴിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊക്കെ പറയാം. ന്യായീകരണങ്ങൾ ഒരുപാട് പറയാം. പക്ഷേ ഇത്രയും കാലപ്പഴക്കമുള്ള നമ്മൾ രാവിലെ ആ കെട്ടിടത്തിനുള്ളിൽ ഈ കാണുന്ന ബാത്റൂം സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള ചേർന്നിരിക്കുന്ന കെട്ടിടത്തിനുള്ളിൽ കയറിയപ്പോൾ കാണാൻ സാധിച്ചത് ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ അടർന്ന് വീണിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് കോൺക്രീറ്റ് പൂർണ്ണമായിട്ടും ഇളകി മാറി ആ കോൺക്രീറ്റിനുള്ളിൽ ഉണ്ടായിരുന്ന കമ്പികൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കെട്ടിടം. ആ കെട്ടിടത്തിൽ ആളുകളെ താമസിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ ചികിത്സയ്ക്ക് വേണ്ടി വന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാരടക്കമുള്ളവർ നമ്മളോട് പങ്കുവെക്കുന്നത്, പറയുന്നതും. അപ്പോൾ ഈ കെട്ടിടത്തിന്റെ ഒരു ദുരവസ്ഥ കുറേ നാളുകളായിട്ടുണ്ട്. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പക്ഷേ അവിടേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള ഒരു കാലതാമസം. നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞോ? ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തുമെന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത്. അതിന് തീരുമാനമായതുമാണ്. പക്ഷേ അപ്പോൾ ആ എത്രയും വേഗം അടിയന്തരമായിട്ട് ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു ജോലി എന്ന നിലയിൽ അടിയന്തര പ്രാധാന്യം നൽകി ആ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അവിടേക്ക് എത്രയും വേഗം ഈ മഴക്കാലത്തിന് മുൻപ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ മാറ്റിയിരുന്നെങ്കിൽ ഈ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ടതായിരുന്നോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് സർക്കാരിന് മുന്നിൽ ഉന്നയിക്കാനുള്ളത്. അതിനൊരു മറുപടി എന്തായാലും നൽകേണ്ടി വരും. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ആശുപത്രി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി എന്ന് നമുക്ക് 100% പറയാൻ സാധിക്കും. അപ്പോഴും ഇത്തരത്തിലുള്ള ചില ശ്രദ്ധക്കുറവുകൾ ഉണ്ടാകുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനും സാധിക്കില്ല. എന്തായാലും 2 പേർക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. അത് തന്നെ വലിയ ഭാഗ്യം. ഈ സ്ഥിരമായിട്ട് ആരും ഉപയോഗിക്കുന്ന, അതായത് സ്ഥിരമായി ആളുകൾ ഉപയോഗിക്കുന്ന, രോഗികൾ ഉപയോഗിക്കുന്ന ഒരു ബാത്റൂം അല്ലായിരുന്നു അതൊരു അനുഗ്രഹമായി, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതൊക്കെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല. എന്തായാലും അതിൽ ഒരു ആശ്വാസമുണ്ടെന്ന് പറയുമ്പോഴും ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. അതിന് എത്ര വില നൽകിയാലും അതിന് പകരമാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശദീകരണങ്ങൾ അല്ലെങ്കിൽ ന്യായങ്ങൾ ഒരുപാടുണ്ട്. രാഷ്ട്രീയമായി ഒരുപക്ഷെ ഇത് ഉപയോഗിച്ചേക്കാം. ഇതിനോടകം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയ ആയുധമാക്കി തന്നെ ഈ വിഷയത്തെ മാറ്റുന്നുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമായി തന്നെ ബാക്കി നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗം ഇപ്പം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മധ്യകേരളത്തിലെ അവലോകന യോഗം തൊട്ടടുത്ത് ഏകദേശം 5 കിലോമീറ്റർ അപ്പുറത്ത് തെള്ളകത്ത് നടക്കുന്നുണ്ട്. അവിടെ ആ പരിപാടി ആരംഭിച്ചതിന് ശേഷമാണ് ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്. 8 കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് തന്നെ നടക്കുന്നത്. അപ്പോൾ തന്നെ മന്ത്രിമാരും എല്ലാം തന്നെ അവിടെ നിന്ന് ഇവിടെ ഓടിയെത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകി. അതിലൊന്നും നമുക്ക് ഒരു തെറ്റും പറയാനില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള ഒരു കെട്ടിടത്തിൽ ഇങ്ങനെ ഒരു ചികിത്സ തുടരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതും ഇത്രയധികം ആളുകൾ വരുമ്പോൾ അത് ഒരു മുൻകൂട്ടി കാണുവാൻ അതിന് എന്തുകൊണ്ട് സാധിച്ചില്ല? ഇവിടെ ഉണ്ടായിരുന്ന ആളുകളും ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരുമെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അത് കൃത്യമായി അറിയിച്ച് അതിനൊരു നടപടിയിലേക്ക് എത്രയും വേഗം മാറണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്, ഈ മഴക്കാലം അതിജീവിക്കാമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു. അതിന് ആരും തന്നെ തയ്യാറായില്ല, ഒരു മുൻകൈ എടുത്തില്ല. അതാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് വന്നെത്തിയത്. അതിനുള്ള ഒരു മറുപടി എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏകദേശം അവസാനിപ്പിച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനമല്ല, ഇവിടെ മണ്ണ് മാറ്റി പരിശോധിക്കുന്ന ജോലികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ഇപ്പോഴും കാണാം മേളിലെ സ്ലാബ്, ആ മേളിലെ ഏറ്റവും മേളിലുള്ള ഭാഗം അത് ചെരിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധികം നേരം അതിൻ്റെ ഭാഗത്ത് അതിൻ്റെ അടിയിൽ നിൽക്കാൻ സാധിക്കില്ല. JCB ഉപയോഗിച്ച് ആ താഴെയുള്ള മണ്ണുകളെല്ലാം മാറ്റി ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് കൃത്യമായി പരിശോധിച്ചു. അതിനുശേഷം അത് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ, ഫയർഫോഴ്സും പോലീസും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരും എല്ലാം തന്നെ ഇവിടുന്ന് മാറിയിരിക്കുന്നത്. എന്തായാലും ഇനി വിശദീകരണം എന്താണ് സർക്കാർ നൽകുന്നതെന്ന് അറിയണം. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. സുഹൈൽ.
സംസ്ഥാന ഭരണത്തിന്റെ മെഷീനറി മുഴുവൻ ഇന്ന് കോട്ടയത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നു. തല്ലകത്ത് അവലോകന യോഗം കൂടുമ്പോൾ ഈ വിഷയം കൂടി ചർച്ചയാകട്ടെ. ആരോഗ്യ കേരളത്തിന്റെ സുരക്ഷ, രോഗികളായി എത്തുന്ന, രോഗികളുടെ കൂട്ടിരിപ്പുകാരായി മെഡിക്കൽ കോളേജുകളടക്കം എത്തുന്നവർക്ക് സ്വൈര്യവിഹാരമായി അവിടുത്തെ കെട്ടിടങ്ങൾ ഉപയോഗിക്കാനാകണം, ഭയാശങ്കയില്ലാതെ ആ കെട്ടിടങ്ങൾ നിൽക്കാനാകണം. അതിനുള്ള സ്ഥിതി കൂടി വരണം. നമ്മൾ ആ കോട്ടയം മെഡിക്കൽ കോളേജിന്റെയോ ആരോഗ്യരംഗത്തിന്റെയോ ചികിത്സാ മികവിനെ കുറിച്ചൊന്നുമല്ല, അതിന് ന്യൂനതകളൊന്നുമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിൽ തകരാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ, ബലക്ഷയം കെട്ടിടമുണ്ടെങ്കിൽ അവിടെ ജനങ്ങളുടെ ജീവിതം വെച്ച് റിസ്ക് ആക്കുന്നത്, ജീവിതം വെച്ച് കളിക്കുന്നത് അതൊരു വിധത്തിലും അനുവദിക്കാനാകില്ല. ശ്രദ്ധക്കുറവെന്ന് പറഞ്ഞ് ലഘൂകരിക്കാനില്ല. കുറ്റകരമായ അനാസ്ഥയാണ് ആ കാര്യത്തിൽ, സംശയമില്ല. ടോബി ജോൺസണാണ് വിശദാംശങ്ങൾ. ടോബി പറഞ്ഞതുപോലെ മണ്ണ് മാറ്റിയുള്ള പരിശോധനയൊക്കെ പൂർത്തിയാക്കി, ഈ പറഞ്ഞ JCB ഒക്കെ മടങ്ങി. ഇനി അങ്ങനെ തന്നെ ആ സ്ട്രക്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനാണോ തീരുമാനം? ഒരു തവണ ഇളകിയ കെട്ടിടമാണ്, പല ഭാഗത്ത് ഇപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊക്കെ മറ്റു വാർഡുകളുണ്ട്, ആ വഴിക്കൊക്കെ മനുഷ്യർ സഞ്ചരിക്കുന്ന പാതയാണ്. ഇത്തരത്തിൽ ആ സ്ട്രക്ചർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള, അത് പൊളിക്കാനുള്ള നടപടികളൊക്കെ വരും ദിവസങ്ങൾ ഉണ്ടാകുമോ? കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രി കെട്ടിടം തകർന്ന് ഒരു സ്ത്രീ മരിച്ചു എന്ന അത്യന്തം സങ്കടകരമായ വാർത്ത വരുന്നു. ഒരു അധികാര അനാസ്ഥയുടെ ബാക്കി പത്രമാകുന്നു ബിന്ദുവിന്റെ മരണം എന്ന് സന്ദേഹങ്ങളില്ലാതെ പറയണം. ഈ പറഞ്ഞതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പലതവണ പരാതിപ്പെട്ട കെട്ടിടമാണെന്ന് മനസ്സിലാക്കുന്നു. അഴുകി അവിടുത്തെ തുരുമ്പിച്ച ഇരുമ്പ് പോലും പുറത്തു വന്നിരുന്നു. അപ്പോഴൊന്നും ആരും അധികാരികൾ അനങ്ങിയില്ല. തൊട്ടടുത്ത് തന്നെ ഒരു പുതുപുത്തൻ കെട്ടിടം പണിതീർത്ത് ഏകദേശം നിൽപ്പുണ്ട്. 1 മാസം വേണം അതിന് ഉദ്ഘാടനം എന്നാണ് പറഞ്ഞത്. മഴക്കാലത്ത് പൊളിയാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടായിട്ടും അതൊന്നും കണക്കിലെടുക്കാതെ പുതിയ കെട്ടിടത്തിന് ഉദ്ഘാടനത്തിനായി 1 മാസം കാത്തുനിന്നതിൻ്റെ പ്രശ്നം കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. ആ കെട്ടിടം അതിൻ്റെ ആയുസ് പൂർത്തിയാക്കി വീണു എന്ന് വേണം മനസ്സിലാക്കാൻ. ബിന്ദു എന്ന സ്ത്രീക്ക്, ഒരു പാവം സ്ത്രീക്ക് ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. സൂര്യശ്രീ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നു. സൂര്യ, കൂടുതൽ രോഗികളുടെ പ്രതികരണം വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. പ്രതികരണത്തിലേക്ക് സുഹൈൽ, കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെ കൂടുതൽ പരാതികൾ രംഗത്ത് വരികയാണ്. ഈ അപകടത്തിന് പിന്നാലെ ഈ അപകടം നടന്ന കെട്ടിടത്തിന്റെ സമീപത്തെ നിരവധി കെട്ടിടങ്ങളിൽ ഇത്തരത്തിൽ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നും ഈ കെട്ടിടങ്ങളിലൊക്കെ തന്നെ നിരവധി രോഗികളുണ്ടെന്നാണ് ഇവരുടെ കൂട്ടിരിപ്പുകാരൊക്കെ തന്നെ നമുക്ക് തരുന്ന വിവരം. നിലവിൽ 2ാം വാർഡിലെയും 6ാം വാർഡിലെയും ശുചിമുറികളൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ അപകടം സംഭവിച്ച ശുചിമുറിക്ക് തുല്യമായി ഒരു ബലക്ഷയം സംഭവിച്ച അവസ്ഥയിലാണ് എന്നാണ് പറയാൻ കഴിയുന്ന വിവരം. ഇപ്പോൾ ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാരൊക്കെ തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. ചേച്ചി, എന്തൊക്കെയാണ് അവിടെ നിന്ന് ബലക്ഷയം, ഏത് രീതിയിലാണ് ബലക്ഷയം? 2, 6 ആ വാർഡിലെ ബാത്റൂമിൽ കയറിയപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. അതിൻ്റെ അടുത്ത് ആ ബാത്റൂമിൽ ഫുള്ള് ഇടിഞ്ഞ് വീഴത്തക്ക രീതിയിലാണ്. അവിടെ അന്നേരം നമ്മൾ അതിനകത്ത് കുറച്ച് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ അതിനകത്തും സുരക്ഷിതമല്ല. അവിടെ അതിൻ്റെ തൊട്ടിപ്പുറത്തെ ബിൽഡിങ്ങാണ് ഇപ്പോൾ ഇടിഞ്ഞ് വീണത്. രോഗികളൊക്കെ എത്രത്തോളം രോഗികളുണ്ട് അവിടെ ഇപ്പോൾ? ഇപ്പം വാർഡിനകത്ത് നിറച്ച ആൾക്കാരുണ്ട്. എല്ലാ തറയിലും ഒക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ആരെയും മാറ്റാനൊന്നും ശ്രമമുണ്ടായി? ഇതേവരെ ആരും മാറ്റാനുള്ള ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല. ബലക്ഷയമുണ്ടെന്ന് പരാതിപ്പെട്ടു. നമുക്കതിനെക്കുറിച്ച് ഒരു അറിവില്ല. ഏതായാലും സുഹൈൽ, ഇത്തരത്തിൽ ബലക്ഷയം സംഭവിച്ച ഈ അപകടം നടന്ന കെട്ടിടത്തിനോട് ചേർന്ന നിരവധി 2ഉം 6ഉം വാർഡുകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നാണ് രോഗികളുടെ കൂട്ടിരിപ്പുകാരടക്കം തരുന്ന വിവരം. നിരവധി രോഗികളാണ് ഇത്തരത്തിൽ ഈ വാർഡുകളിലുള്ളത്. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള രോഗികളടക്കം ഈ വാർഡുകളിലൊക്കെ തന്നെയും രാവിലെ മന്ത്രിയോടക്കം തന്നെ ഇത്തരത്തിൽ ആളുകൾ പരാതിപ്പെട്ടതാണെന്നാണ് പറഞ്ഞത്. ചേട്ടാ, രാവിലെ മന്ത്രിയോടക്കം തന്നെയല്ലേ പരാതിപ്പെട്ടത്? അതെ, മന്ത്രിയോട് വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയതാണ്. പരിശോധിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുമാത്രം പരിശോധന നടക്കുമെന്നറിയില്ല. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ പരിശോധനയുടെ ഒരു കേന്ദ്രമാണ്. ഇനി അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞാണോ എന്നറിയില്ല. ഏതായാലും ബലക്ഷയമുള്ള ഒട്ടേറെ കെട്ടിടങ്ങൾ ഉണ്ട്. 2ാം വാർഡ്, 6ാം വാർഡ്, 9ാം വാർഡിൻ്റെ ബാത്റൂം നിങ്ങൾ ഈ ക്യാമറയായിട്ട് ഇപ്പം നേരിട്ട് ചെന്നാൽ നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെടാവുന്നതാണ്. ഇത് ഇവിടുത്തെ സൂപ്രണ്ടിന് അറിയാം, ഇവിടുത്തെ ജീവനക്കാർക്കറിയാം, ഇവിടെ താൽക്കാലിക ജീവനക്കാരും ഉണ്ട്. അവർക്കെല്ലാം അറിയാം. ഞങ്ങൾ ഇവരോടെല്ലാം സംസാരിക്കുന്നതാണ്. ഞാനൊരു റിപ്പോർട്ടർ പാർട്ടിയുടെ ആളാണ്. ആ പാർട്ടിയുടെ ബേസിൽ തന്നെയാണ് ഞങ്ങൾ ഇവരോടൊക്കെ സംസാരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ രോഗികളൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ആശങ്കയാണ്. ഇത്തരത്തിൽ ബലക്ഷയം ഉണ്ടായിരുന്നതിന്റെ പേരിൽ നിലവിലിപ്പോൾ അടിയന്തരമായിട്ടുള്ള നടപടികളോ ഇവിടെ നിന്ന് രോഗികളെ ഒഴിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളോ ഒന്നും നടന്നിട്ടില്ല. എന്നാൽ ചില വാർഡുകളിൽ നിന്ന് അടിയന്തരമായി ഇത്തരത്തിൽ ഡിസ്ചാർജ് രോഗികൾക്ക് നൽകുന്നു എന്നൊരു പ്രാഥമിക വിവരവും നമുക്ക് നിലവിൽ ലഭിക്കുന്നുണ്ട്. സുഹൈൽ, എന്തായാലും തകർന്നത് 14ാം വാർഡിലെ ശുചിമുറിയാണെങ്കിൽ തകരാൻ സാധ്യതയുള്ള ശുചിമുറികൾ ഇനിയും ഏറെ ഉണ്ട് തന്നെയാണ് രോഗികൾ പറയുന്നത്. തകർന്നതുവരെ കാത്തിരിക്കാതെ അടിയന്തരമായി കൈക്കൊള്ളേണ്ട നടപടികൾ കൈക്കൊണ്ട് ഇനിയൊരു ജീവൻ കൂടി പൊലിയാതിരിക്കാനുള്ള സശ്രദ്ധ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം.